രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. നമസ്കാരം പ്രിയമുള്ളവരെ, ആദ്യമേ തന്നെ എൻ്റെ സർവസങ്കല്പങ്ങളും ഭാരതീയ ആചാര്യ പരമ്പരയുടെ പാദപങ്കജങ്ങളിലും വാഗ്ദേവതയും ശക്തിസ്വരൂപിണിയുമായ അമ്മയുടെ പാദപത്മങ്ങളിലും എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളിലും എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ വിരാജിക്കുന്ന ഗുരുപാദങ്ങളുടെ പവിത്രമായിരിക്കുന്ന ആ സന്നിധിയിലും പൂജാപുഷ്പങ്ങളെന്നോണം ആദ്യമേ തന്നെ സമർപ്പിച്ചുകൊള്ളട്ടെ. ശ്രീരാമചന്ദ്ര മഹാപ്രഭു അച്ഛനെ സത്യപ്രതിജ്ഞനാക്കുന്നതിന് വേണ്ടിയിട്ട് കാനനത്തിലേക്ക് സീതയോടൊപ്പം ലക്ഷ്മണനോടൊപ്പം പുറപ്പെടുന്നതും അദ്ദേഹം തമസയും ഗോമതിയും ഗംഗയും എല്ലാം തരണം ചെയ്ത് യമുനയും തരണം ചെയ്ത് ചിത്രകൂടത്തിലെത്തി വാൽമീകി മഹർഷിയെ വന്ദിച്ച് അദ്ദേഹം കാണിച്ചു കൊടുത്തതായ സ്ഥലത്ത് പവിത്രമായൊരു ആശ്രമം നിർമ്മിച്ച് പാർക്കുന്നതും നമ്മൾ കഴിഞ്ഞ ദിവസം നേരിട്ട് കണ്ടതാണ്. തുടർന്ന് ഉള്ള സംഭവങ്ങളാണ് ഇനി എഴുത്തച്ഛൻ്റെ കിളിമകൾ നമ്മെ പാടിക്കേൾപ്പിക്കുന്നത്. നമ്മെ ഈ അവസരത്തിൽ രാമായണ കഥ നമുക്ക് പകർന്നു തന്ന പരമാചാര്യൻ അയോധ്യയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. സുമന്ത്രര് രാമൻ കാനനത്തിനുള്ളിലേക്ക് മറയുന്നതുവരെ നിർനിമേഷനായിട്ട് അവിടെ നിന്നു. ഗംഗയുടെ ഇക്കരയിൽ രാമൻ കാനനത്തിൽ മറഞ്ഞു കഴിഞ്ഞപ്പോൾ സുമന്ത്രര് ദുഃഖത്തോടുകൂടി ഒരു ജീവച്ഛവം പോലെ തേരിലേറിയിട്ട് അയോധ്യയിലേക്ക് പുറപ്പെട്ടു. അദ്ദേഹം അയോധ്യയിൽ 3-ാം ദിവസം വൈകുന്നേരമാകുമ്പോഴേക്കും എത്തിച്ചേർന്നു. രാജാവായ ദശരഥനെ നേരിട്ട് പോയി കണ്ടു. ദശരഥ മഹാരാജാവ് വളരെ ദുഃഖത്തോടു കൂടിയിട്ട് രാമചന്ദ്രന്റെ അവസ്ഥകൾ, സീതയുടെ അവസ്ഥകൾ, ലക്ഷ്മണകുമാരന്റെ അവസ്ഥകൾ ചോദിച്ചു. കാര്യങ്ങളെല്ലാം അതേ പ്രകാരത്തിൽ സുമന്ത്രർ മഹാരാജാവിനെ കേൾപ്പിക്കുകയും ചെയ്തു. രാമൻ എന്താണ് മഹാരാജാവിനോട് പറയാനായിട്ട് തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നും പറഞ്ഞു. പിന്നെ രഘുത്തമൻ എന്നോട് ചൊല്ലിനാൻ, എന്നെ നിരൂപിച്ച് ദുഃഖിയായി കാരുമേ. എന്നെ വിചാരിച്ചിട്ട് ഞാൻ കാനനത്തിലേക്ക് പോയി എന്ന് വിചാരിച്ചിട്ട് ആരും വേദനിക്കരുത് എന്ന് മാത്രമല്ല, ചൊല്ലേണമെന്നുടെ താതനോടും ബലാൽ അല്ലൽ ഉള്ളത്തിലുണ്ടാകാതിരിക്കണം. എൻ്റെ അച്ഛനോട് പ്രത്യേകമായി പറയണം, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ അല്പം പോലും ദുഃഖം ഉണ്ടാകരുത്. 14 വർഷം കഴിയുമ്പോഴേക്കും ഞാൻ മടങ്ങി വരും, ആ പാദങ്ങളിൽ നമസ്കരിക്കും. രാമന്റെ ആ വാക്കുകൾ അതേ പ്രകാരത്തിൽ ദശരഥനെ സുമന്ത്രർ കേൾപ്പിച്ചു. സീതാദേവിയുടെ വാക്കുകൾ കേൾപ്പിച്ചു. ലക്ഷ്മണകുമാരന്റെ വാക്കുകൾ കേൾപ്പിച്ചു. അതെല്ലാം കേട്ട് ദശരഥ മഹാരാജാവ് ഏറെ ദുഃഖതപ്തനാവുകയാണ് ഉണ്ടായത്. അദ്ദേഹം പഴയ കാര്യങ്ങളെല്ലാം ഓർത്തു.
കൗസല്യയുടെ വിലാപം കേട്ടിട്ട് അദ്ദേഹത്തിന് വളരെയേറെ ദുഃഖം വർദ്ധിച്ചു. അദ്ദേഹം കൗസല്യയെ സമാധാനിപ്പിക്കാനായി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് അത്ര കണ്ട് വിജയിക്കുന്നില്ല. ഈ അവസരത്തിൽ പഴയ കാര്യങ്ങൾ ഓർത്തിട്ട് വിവാഹത്തിന് വളരെ മുമ്പ് നടന്നതായ സംഭവങ്ങളാണിതെല്ലാം. അതുകൊണ്ട് കൗസല്യയ്ക്ക് പോലും അതിനെക്കുറിച്ച് അറിയില്ല, ആ സംഭവത്തെക്കുറിച്ച്. ദശരഥൻ ആ സംഭവം ഒരു മുനികുമാരനെ മനുഷ്യനാണെന്ന് പോലും അറിയാതെ ഇരുട്ടത്ത് വധിച്ചുപോയ ആ സംഭവം കേൾപ്പിക്കുകയാണ്. ചെറുപ്പകാലത്ത് താൻ മൃഗയാലോലനായിട്ട് കാനനത്തിൽ നടക്കുമ്പോൾ ഒരു രാത്രിയിൽ, അത് മഴക്കാലവുമായിരുന്നു, അതുകൊണ്ട് മഴയും പെയ്യുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. ആനകൾ വെള്ളം കുടിക്കാനായിട്ട് നദിയിലേക്ക് സരയുവിലേക്ക് വരുന്ന വഴി നോക്കിയിട്ട് അദ്ദേഹം ഇരുട്ടത്ത് ആനയെ വേട്ടയാടാനായിട്ടിരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും നദിയിൽ കുടത്തിൽ വെള്ളം ആരോ നിറയ്ക്കുന്ന ശബ്ദമായിരുന്നു അത്. പക്ഷേ രാജാവ് ധരിച്ചത് ആനകൾ അവിടെ വന്നു കഴിഞ്ഞിരിക്കുന്നു, അവ തുമ്പിക്കൈയിൽ വെള്ളം കോരിയെടുക്കുകയാണ് എന്ന്. അങ്ങനെ ആന എത്തി എന്നുള്ളതായ വിചാരത്താൽ അദ്ദേഹം ശബ്ദം പുറപ്പെട്ട ദിക്കിലേക്ക് അദ്ദേഹം അമ്പ് പ്രയോഗിച്ചു. കുംഭത്തിൽ നീരകമ്പുക്ക ശബ്ദം കേട്ട് കുംഭി തുമ്പിക്കൈയിൽ അംഭോഗതമിതി ചിന്തിച്ചുടൻ നാദഭേദിനം സായകം സന്ധായ ചാപ്പേ ദൃഢമയച്ചിടിനേൻ. അന്നത്തെ സംഭവം പറയാണ്. യഥാർത്ഥത്തിൽ കുടത്തിൽ വെള്ളം നിറയ്ക്കുന്ന ശബ്ദമായിരുന്നു അത്. ആന വെള്ളമെടുക്കുകയാണെന്ന് കരുതിയിട്ട് നാദഭേദിനം, നാദഭേദിയായ ശബ്ദവേദിയായിരിക്കുന്ന അമ്പിനെ പ്രയോഗിച്ചു. ആ വിദ്യ ദശരഥന് വശമായിരുന്നു. ഏത് ഇരുട്ടത്തും ശബ്ദം ഏതെങ്കിലും ഒരു ദിക്കിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ അപ്പോൾ കൃത്യമായി അവിടെ അമ്പ് എയ്ത് തറയ്ക്കുവാനുള്ള ശേഷി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെയുള്ളതായ അമ്പ് പ്രയോഗിച്ചു. പെട്ടെന്ന് കേട്ടത് ആനയുടെ ചിഹ്നം വിളിയല്ല, ഒരു സാധുവായ മനുഷ്യൻ ഉറക്കെയുള്ള രോദനമാണ്. അത് കേട്ട് ദശരഥൻ ആകെ തളർന്നുപോയി, തകർന്നുപോയി. ശബ്ദം കേട്ട ദിക്കിലേക്ക് ദശരഥൻ ഓടിച്ചെന്നു. അപ്പോൾ അമ്പേറ്റ് ഒരു മുനികുമാരൻ അവിടെ സരയൂ തീരത്ത് വീണ് കിടക്കുന്നു. എന്ന് മാത്രമല്ല, തൊട്ടടുത്തായിട്ട് വെള്ളം നിറച്ചതായ കുടം ചരിഞ്ഞ് കുറെ വെള്ളം അതിൽ നിന്നിട്ട് നഷ്ടപ്പെട്ട് അങ്ങനെ കിടപ്പുണ്ട്. ഇതെല്ലാം കണ്ടു ദശരഥൻ ആകെ തകർന്നുപോയി. ആ മുനിബാലകന്റെ സമീപത്തെത്തി. ആ ബാലകൻ യൗവനത്തിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, കർമ്മമത്രേ തടുക്കാവതെല്ലാവർക്കുമേ. ഇങ്ങനെയൊക്കെ സംഭവിച്ചത് കർമ്മം തന്നെയാണ്. അത് ആർക്കും തടഞ്ഞു നിർത്താനാവില്ല. എങ്കിലും അങ്ങൊരു കാര്യം ചെയ്യണം. അങ്ങയുടെ പക്ഷത്ത് യഥാർത്ഥത്തിൽ കുറ്റമൊന്നും തന്നെ ഇല്ല. വിധി മൂലം ഇങ്ങനെ സംഭവിച്ചതാണ് എന്നറിയുക. തപസ് ചെയ്യുന്ന ഒരാളെ കൊന്നുവല്ലോ എന്ന വിചാരം അങ്ങയ്ക്ക് വേണ്ട. ബ്രഹ്മഹത്യാപാപം ഒരിക്കലും അങ്ങേ സ്പർശിക്കില്ല. എന്തുകൊണ്ടെന്നാൽ അങ്ങ് അറിയാതെയാണ് എന്റെ നേരെ അമ്പ് പ്രയോഗിച്ചത്. മനുഷ്യനാണെന്നറിയാതെ ആനയെന്ന് തെറ്റിദ്ധരിച്ച് അമ്പ് പ്രയോഗിച്ചു. അതുകൊണ്ട് അങ്ങേ ബ്രഹ്മഹത്യാപാപം ബാധിക്കില്ല. ഇവിടെ നിന്നിട്ട് കുറെ അകലെയായിട്ട് ഒരു പർണശാലയുണ്ട്. അവിടെ എൻ്റെ വൃദ്ധരായ മാതാപിതാക്കൾ ഇരിപ്പുണ്ട്. അവർക്ക് കാഴ്ചയുമില്ല. അവർക്ക് കുടിക്കാൻ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ അവസരത്തിൽ ഇരുട്ടത്ത് ഇവിടെ വന്നു ചേർന്നത്. എത്രയും വേഗം ഞാൻ മടങ്ങി എത്തുന്നതും കാത്തിരിക്കുകയാണ്. ആരും അവർക്ക് ശരണമായിട്ടില്ല. അങ്ങ് ഈ വെള്ളവുമായി അവിടെ ചെല്ലണം. കാര്യങ്ങളെല്ലാം അവരോട് പറയണം. അവരെ ആശ്വസിപ്പിക്കണം. അങ്ങനെ അങ്ങ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്നോട് താതന് കോപമുണ്ടാകില്ലോ
അദ്ദേഹം കോപിക്കും, അങ്ങ് യഥായോഗ്യം അവരെ ശുശ്രൂഷിച്ചില്ല എന്നുണ്ടെങ്കിൽ. എങ്കിൽ അദ്ദേഹം എന്തു ചെയ്യും? നിന്നെയും ഭസ്മമാക്കിയിടും അറിയുക നീ. അല്ലയോ മഹാരാജാവേ, അദ്ദേഹത്തിൻ്റെ തപോബലത്താൽ അദ്ദേഹം നിന്നെ ഭസ്മമാക്കി കളയും. അതുകൊണ്ട് ആ കോപത്തിന് പാത്രമാകരുത്. എത്രയും വേഗം അവിടെ ചെന്ന് എൻ്റെ അച്ഛനമ്മമാരെ ആശ്വസിപ്പിക്കുക. മഹാരാജാവ് വളരെ ദുഃഖത്തോടു കൂടിയിട്ട് ആ കുടത്തിൽ വെള്ളം നിറച്ച് വളരെ വേഗത്തിൽ മുനി പറഞ്ഞതായ മാർഗത്തിലൂടെ ആ ആശ്രമത്തിൽ എത്തിച്ചേർന്നു. ആരോ നടന്നു വരുന്നതായ ശബ്ദം, കാൽപെരുമാറ്റം ആ അന്ധദമ്പതികൾ കേട്ടു. പുത്രൻ വരികയാണ് എന്നവർ കരുതി. കുഞ്ഞെ, നീ ഇത്രയും നേരം താമസിക്കാൻ കാരണമെന്ത്? ഞങ്ങൾക്കേറെ ദാഹിച്ചിരിക്കുന്നു, വെള്ളം തരൂ. ഇങ്ങനെയൊക്കെ പറഞ്ഞു. മഹാരാജാവ് ഏറെ തളർന്നുപോയി. അദ്ദേഹം ദുഃഖത്തോടുകൂടിയിട്ട് നടന്ന സംഭവങ്ങളെല്ലാം അവരെ കേൾപ്പിച്ചു. അവരോട് പറഞ്ഞു, ജ്ഞാനികളാം നിങ്ങൾ ഒക്കെ ക്ഷമിക്കണം. പ്രാർത്ഥിച്ചു. അറിവുള്ള ആളുകളാണ് നിങ്ങൾ എന്നോട് കാരുണ്യം കാണിക്കണം, എന്നോട് ക്ഷമിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. മഹാരാജാവായ ചക്രവർത്തിയായ ദേവലോകത്തെ അസുരന്മാരിൽ നിന്നിട്ട് പലതവണ രക്ഷിച്ചിട്ടുള്ളവനായ ദശരഥ മഹാരാജാവ് ആ അവസരത്തിൽ കാര്യങ്ങളെല്ലാം കേൾപ്പിച്ചു. അത് കേട്ട് ആ അച്ഛനമ്മമാർ തളർന്നു, തകർന്നു. അവരെ ആശ്വസിപ്പിക്കാൻ മഹാരാജാവ് ഏറെ പണിപ്പെട്ടു. അവർ പുത്രൻ കിടക്കുന്ന സ്ഥലത്തേക്ക് തങ്ങളെയും കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടു. രാജാവ് അവരെ രണ്ടുപേരെയും എടുത്തുകൊണ്ട് ആ നദീതീരത്തേക്ക് എത്തിച്ചേരുന്നു. അവർക്ക് കാണാൻ നിവൃത്തിയില്ല. അവരുടെ കൈ പിടിച്ചിട്ട് പുത്രന്റെ ശരീരത്തിന് പുറത്ത് വെച്ചു. മരിച്ചു കിടക്കുന്ന ആ യുവാവിന്റെ മൃതദേഹത്തിൽ കൈകൊണ്ട് തൊടിയിച്ചു. അവർ രണ്ടുപേരും പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് ഋഷി ദശരഥനോട് പറഞ്ഞു, അങ്ങ് ഉടനെ തന്നെ ഒരു ചിതയുണ്ടാക്കുക എന്ന്. ആ ചിതയില് ആ ശരീരം എടുത്തു വച്ചു. വേണ്ടുന്നതായ കർമ്മങ്ങളൊക്കെ ചെയ്തു. എന്നിട്ട് അഗ്നി ജ്വലിപ്പിച്ചു. ആ അവസരത്തിൽ ആ വൃദ്ധ ദമ്പതികളും ആ അഗ്നിയിലേക്ക് എടുത്ത് ചാടി. അഗ്നിയിലേക്ക് ചാടിയുന്ന അവസരത്തിൽ അദ്ദേഹം പറഞ്ഞു, വൃദ്ധ തപോധനൻ അന്നേരം എന്നോട് പുത്രശോകത്താൽ മരിക്കെന്ന് ചൊല്ലിനാൻ. ഇങ്ങനെ അദ്ദേഹം പറഞ്ഞു. അത് വന്ന് ഫലിച്ചിരിക്കുന്നു. അതിൽ നിന്ന് ഒഴിയാൻ വേണ്ടിയിട്ട് വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് എല്ലാ തന്ത്രങ്ങളും ഞാൻ പ്രയോഗിച്ചിട്ടുണ്ട്. പക്ഷേ എന്തു ചെയ്യാം, അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. രാമനെ പിരിഞ്ഞ് പ്രാണൻ വെടിയേണ്ടതായ ഒരു ഗതികേട് തനിക്ക് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ദശരഥൻ വിലപിക്കുക. ഇവിടെ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട അനേകം കാര്യങ്ങളുണ്ട്. ബ്രാഹ്മണരുടെ ആധിപത്യത്തെ വർണ്ണിച്ചു കേൾപ്പിക്കുകയും അതിനെ വീണ്ടും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന കഥയാണ് രാമായണം എന്ന് ഇവിടെ വിപ്ലവകാരികളായി ചമഞ്ഞു നടക്കുന്ന ആളുകൾ കുറേ വർഷങ്ങളായിട്ട് പ്രഖ്യാപിച്ച് കോലാഹലം കൂട്ടി പ്രസംഗിച്ച് എഴുതി നടക്കുന്നുണ്ട്. അവരാരും ഇത് വായിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ഈ ഭാഗം എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് വായിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അവർക്ക് ഏത് പ്രകാരത്തിലും ഭാരതീയതയെ നിന്ദിക്കണം, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കണം. അങ്ങനെ ഭാരതീയ സംസ്കൃതിയിൽ നിന്നിട്ട്, നമ്മുടെ മഹാഗ്രന്ഥങ്ങളിൽ നിന്നിട്ട്, നമ്മുടെ ജീവിതക്രമത്തിൽ നിന്നിട്ട്, നമ്മുടെ ധർമ്മസങ്കല്പത്തിൽ നിന്നിട്ട് നമ്മുടെ മനസ്സിനെ അകറ്റിക്കൊണ്ടുപോകണം. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അവർ ചെയ്യുന്നത്. ഇവിടെ വാൽമീകി രാമായണത്തിൽ ആ തപോധനൻ അഗ്നിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ദശരഥ മഹാരാജാവിനോട് പറയുന്നതായ വാക്യം ഉണ്ട്. അത് നാം കേൾക്കണം. അജ്ഞാനത്വ ഹതോ യസ്മാത് ക്ഷത്രിയേണത്വയാമുനി. അല്ലയോ മഹാരാജാവേ, അങ്ങ് ക്ഷത്രിയനാണ്, രാജാവാണ്. അങ്ങനെയുള്ള അങ്ങ് മുനിയെ കൊന്നിരിക്കുന്നു, തപസ് ചെയ്യുന്ന ഒരു ഋഷിയെ കൊന്നിരിക്കുന്നു.
അത് കൊന്നതെങ്ങനെ? മനഃപൂർവ്വം ഋഷിയെ കൊല്ലണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല, അജ്ഞാനാത്തു, തിരിച്ചറിയാതെ ആനയാണെന്നുള്ള തെറ്റിദ്ധാരണയിൽ അങ്ങ് കൊന്നു. തസ്മാത് ത്വം നാവിശത്യാശു ബ്രഹ്മഹത്യാ നരാധിപ. ആ ഒരൊറ്റ കാരണത്താലാണ് അല്ലയോ മഹാരാജാവേ അങ്ങേ ബ്രഹ്മഹത്യാപാപം പിടികൂടാത്തത്.